കറന്ന് എല്ലായിടത്തും AI ആണ്. എന്തിനും ഏതിനും AI. AI മൾട്ടിമീഡിയ ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനിമേഷൻ എന്ന ഫീൽഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ആക്ച്വലി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അനിമേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് സാറിന്റെ ഒപ്പീനിയനിൽ സാർ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏതായിരിക്കും? നല്ല ജോലി വേണം, ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോലി വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരുപാട് പേര് സർട്ടിഫിക്കറ്റ് എടുത്ത് നടക്കുന്നുണ്ട്. കാരണം എന്താണ്, പല ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യുന്നതെന്ന് പറയുന്നത് ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വേണം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്കിൽഹാരയിലെ മൾട്ടിമീഡിയ ഫാക്കൽറ്റി ആയ അരുണാണ്. വെൽക്കം സർ. സർ, ഇന്ന് എല്ലായിടത്തും AI ആണ്. എന്തിനും ഏതിനും AI. നമ്മൾ കറക്റ്റ് പ്രോംപ്റ്റ് പറഞ്ഞു കൊടുത്ത ഡിസൈൻ പോസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് അതേപോലെ പഠിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരു ജോബ് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ആൾക്കാർ മൊത്തം ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ കാണുന്ന ഒരു വീഡിയോസ് കാണുന്നത് AI ജനറേറ്റഡ് വീഡിയോസ്, AI ജനറേറ്റഡ് ഇമേജസ്, ഇതാണ് സ്ഥിരം ആൾക്കാർ കാണുന്നത്. ഇതുകൊണ്ട് ആൾക്കാർ നമ്മുടെ മൾട്ടിമീഡിയ മേഖല എന്ന് പറയുമ്പോൾ ഇമേജും വീഡിയോസും ആണല്ലോ. അപ്പൊ ഇതുകൊണ്ടാണ് ആൾക്കാർ എപ്പോഴും നമ്മുടെ മൾട്ടിമീഡിയ മേഖല ഇത് ബാധിക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും. ശരിക്കും AI എന്ന് പറയുന്നത് വീഡിയോ ജനറേഷനോ അല്ലെങ്കിൽ ഇമേജ് ജനറേഷനോ അല്ല. ശരിക്കും പറഞ്ഞാൽ അത് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. AI എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഡേൺ വാർഫെയർ ടെക്നോളജി വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് AI എന്ന് പറയുന്നത്. AI മൾട്ടിമീഡിയ ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കാരണവശാലും അത് നശിപ്പിച്ചിട്ടില്ല. അതായത് അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. AIയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ മൾട്ടിമീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ AI ടൂൾ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താണ്, AI ഒരു ടൂൾ ആയിട്ടാണ്, അതായത് നോർമൽ മറ്റ് സോഫ്റ്റ്വെയർ പോലെ തന്നെ AI ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ മൾട്ടിമീഡിയയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഹെൽപ്പായിട്ടാണ്. അതെ, തീർച്ചയായിട്ടും നമുക്കൊരു ഹെൽപ്പായിട്ടാണ് AI ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നമ്മളൊരു കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോംപ്റ്റ് അവിടെ കൊടുക്കണം. അവിടെ ഒരു ഹ്യൂമന്റെ സാന്നിധ്യമാണ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് അവിടെ ഈ വീഡിയോ ആയാലും ഇമേജ് ആയാലും ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോ ആക്ടിങ് ത്രൂ ആനിമേഷൻ, പിന്നെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു AIക്ക് പറ്റില്ല. അതൊരു ഹ്യൂമൻ ഇന്റർഫേസ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ AI ബാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ബാധിച്ചിട്ടില്ല. AI ഒരു ടൂളായിട്ട് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വരയ്ക്കാൻ അറിയാത്ത ഒരാൾക്ക്, ക്രിയേറ്റിവിറ്റി ഒന്നും വലുതായിട്ട് ഇല്ലാത്ത ഒരാൾക്ക് അനിമേഷൻ മേഖലയിലേക്ക് വരാൻ പറ്റുമോ? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ ജന്മന പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, നിരന്തരമായ പ്രാക്ടീസിലൂടെ ഇപ്പോ ഫെയിലിയർ ആവും, വീണ്ടും എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും പ്രാക്ടീസിലൂടെ ഒബ്സർവേഷനിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഒരു മൾട്ടിമീഡിയ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു അനിമേറ്റർ സമയത്തോളം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒബ്സർവേഷനിലൂടെ മറ്റുള്ളവർ ചെയ്ത വർക്കുകൾ നമ്മൾ വീണ്ടും റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പിന്നെ വരയ്ക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഫ്രെയിം ബൈ ഫ്രെയിം പിക്ചേഴ്സ് വരച്ച് ചെയ്യുന്ന ഒരു അനിമേഷൻ രീതി അല്ല, ഒരു ക്ലാസിക്കൽ ടൈം അനിമേഷൻ രീതി അല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പൊ സോഫ്റ്റ്വെയർ ബേസ് ആണ്. ഇപ്പൊ വരയ്ക്കാൻ കഴിവില്ലെങ്കിൽ പോലും നമുക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ഇപ്പൊ നമ്മൾ അനിമേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ കഴിവുണ്ടാവണമെന്നില്ല. നമുക്ക് തീർച്ചയായിട്ടും വരയ്ക്കാൻ കഴിവില്ലാത്ത ഒരാൾക്കും നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിമീഡിയ പഠിക്കാവുന്നതേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. കാരണം നമുക്കിപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് നിരന്തരമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമുക്കൊരു ബേസിക് നോളേജ് ഉണ്ടാവണം. എന്താണ് നമ്മൾ പഠിക്കുന്ന നോളേജ് ഉണ്ടാവണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഫെയിലിയർ ഉണ്ടായാലും വീണ്ടും എന്താണ്, അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമുക്ക് അവർക്ക് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന ധാരണ വേണ്ട. തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും. സർ, അനിമേഷൻ പഠിച്ചിട്ടും വേറെ ജോലികളാണ് ചെയ്യുന്നത്. അനിമേഷൻ റിയൽ ജോലികളല്ല ചെയ്യുന്നത്, വേറെ ജോലികളാണ് ചെയ്യുന്നത്. ഈ അനിമേഷൻ എന്ന ഫീൽഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ആക്ച്വലി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അനിമേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ആവശ്യമായ ക്വാളിറ്റി ഉള്ള അനിമേറ്റർമാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഒരുപാട് പിള്ളേരെ നമ്മൾ ഇങ്ങനെ അനിമേഷൻ പഠിപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷേ ഇത്രയും പിള്ളേർ ഇറങ്ങി വന്നിട്ടും അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു പിള്ളേരെ അല്ലെങ്കിൽ കിട്ടുന്നില്ല. നമുക്ക് ശരിക്കും പറയാം നമ്മുടെ വീടിനെ മീറ്റ് ചെയ്യാനുള്ള അനിമേറ്റർമാർ ഇവിടെ ഇല്ല എന്ന് വേണം പറയാം. പക്ഷെ ഒരുപാട് പേര് സർട്ടിഫിക്കറ്റ് എടുത്ത് നടക്കുന്നുണ്ട്. കാരണം എന്താണ്, പല ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യുന്നതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. സോഫ്റ്റ്വെയറിന്റെ ടൂൾസുകൾ ഇങ്ങനെ ഏത് ടൂൾ വെച്ച് ഇങ്ങനെ ചെയ്യാം, ഇന്ന ടൂൾസ് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ സോഫ്റ്റ്വെയർ പഠിപ്പിച്ച് പിള്ളേരെ പുറത്തേക്ക് ഇറക്കി വിടുക ചെയ്യുന്നത്. ഒരിക്കലും അവിടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കില്ലുള്ള നല്ല ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്ക് ഒരിക്കലും അറിഞ്ഞു തിരിയേണ്ടി വരില്ല. തീർച്ചയായിട്ടും അവർക്ക് ജോലി ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റു പല ജോലികളും പോകുന്ന ആൾക്കാർ കാര്യം എന്തുവാണ്, ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, പക്ഷെ അവർക്ക് എന്താണ് ഒരു സോഫ്റ്റ്വെയർ നോളജ് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയാം, പക്ഷെ അത് വെച്ചിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് സാധനം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതാണ് മെയിൻ കാരണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെയല്ല. സ്കിൽഹാര
ഹാരയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ടൂളായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോഫ്റ്റ്വെയർ ബേസ് അല്ല പഠിപ്പിക്കുക. നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് എടുക്കുക, അവരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പഠിപ്പിക്കാൻ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്ന ഒരാളും പോലും പുറത്ത് നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മൾട്ടിമീഡിയ മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. സാറിന്റെ ഒപ്പീനിയനിൽ സാർ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും മക്കൾ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് വന്നിട്ട് എത്രയും പെട്ടെന്നൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു 6 മാസം ജോലി വേണം, അത്യാവശ്യമാണ് ജോലി, ആ രീതിയിൽ വരുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നല്ലൊരു ജോലി വേണം, അച്ഛൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ലൊരു ജോലി വേണം. പെട്ടെന്നൊരു ജോലി ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻ ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോലും, വളരെ ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോലും അവർ മാർക്കറ്റ് ചെയ്യുന്നത് വീഡിയോ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം വീഡിയോ എഡിറ്റർമാരുടെ ആവശ്യമുണ്ട്. അതിപ്പോൾ ഫ്രീലാൻസ് ആണെങ്കിൽ പോലും ഒരു വീഡിയോക്ക് എമൗണ്ട് വെച്ച് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു പെട്ടെന്നൊരു ജോബാണ് ആവശ്യം, പെട്ടെന്നൊരു ഇൻകം ആണ് ആവശ്യമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ആയിരിക്കും. എന്നാൽ ഒരു നല്ല ജോലി വേണം, ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോലി വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഇച്ചിരി വലിയ കോഴ്സ് ആയിരിക്കും, മൾട്ടിമീഡിയയിൽ അനിമേഷൻ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. കാരണം അവിടെ വാക്കൻസി കുറവാണെങ്കിലും ഒരു ജോബിന്റെ പേയ്മെന്റ് വളരെ കൂടുതലാണ്. ഒരു ഹൈലി പെയ്ഡ് ഇൻകം ഒരു ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ജോലി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും സജസ്റ്റ് ചെയ്യുക അനിമേഷൻ ആയിരിക്കും. അതും 3D അനിമേഷൻ ആയിരിക്കും. കാരണം 2D അനിമേഷൻ മോശമാണെന്നുള്ള രീതിയിലല്ല, 3D അനിമേഷൻ കൂടുതൽ നല്ല ഹൈലി പെയ്ഡ് കിട്ടുക. ഓക്കെ, പക്ഷെ മറ്റേത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ആണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി വേണം ആഗ്രഹിച്ച് അതായിരുന്നു സജസ്റ്റ് ചെയ്യുക. എന്നാൽ ഒരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ളതും നല്ലൊരു ജോലി, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് പോകണമെങ്കിൽ ഞാൻ അനിമേഷൻ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. എല്ലാ ഇൻഡസ്ട്രീസിലാണ് ഈ അനിമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ യൂട്യൂബ് ചാനൽ മുതൽ OTT പ്ലാറ്റ്ഫോമുകള്, മൂവി ഇൻഡസ്ട്രി, സീരീസ് ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ അനിമേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് അനിമേറ്റർമാരുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ജോബ് വേക്കൻസി കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ല ക്വാളിഫൈഡ് ഉള്ള അനിമേറ്റർമാർ ഇല്ല എന്നുള്ള പ്രശ്നം. ഇവിടെയൊക്കെ വേക്കൻസി കിടപ്പുണ്ട്. ഇവിടെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകത്തുള്ള അനിമേറ്റർമാർ നമുക്ക് ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ അതുപോലെ ആ ഒരു സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ സ്കിൽ ആരാണ്ട് ഉദ്ദേശിക്കുക. കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം.